ഒരാളെ കാണിച്ചു തരാൻ ഞാൻ. ഒരാൾ കിടക്കണ അവസ്ഥ നിങ്ങൾ നോക്കണേ. പാവം എങ്ങനെ എങ്ങനെ നടന്ന ആള് കിടക്കണ നോക്ക്. അമ്മ 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 അമ്മയ്ക്ക് ഇതുണ്ട്. അമ്മ ഇങ്ങനെ കിടക്കുന്ന റംബൂട്ടായൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് ഞാറൊക്കെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് അമ്മ ഇത് തിന്ന് നിന്ന് കിടക്കണം. ഇന്നലെ വന്ന് വീണത്. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന നീ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന കയ്യിൽ പൊട്ടലുണ്ട്, എണീക്കാൻ പറ്റാത്തത്, എണീറ്റ് ഒരു ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കരഞ്ഞി ഇറങ്ങി കിടക്കുന്നു. എന്നെ ആരും ഒരു ജോലി ചെയ്യിപ്പിക്കില്ല എന്നിട്ട് കരയി നോക്ക്. അങ്ങോട്ട് ഇത് ആദ്യത്തെ പ്രാവശ്യമൊന്നുമല്ല, എപ്പോഴും വീടടി തന്നെ. മഴയത്ത് വെളിയിലിറങ്ങി നടക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കൂല. എന്തെങ്കിലും ചെയ്തോണ്ടിങ്ങനെ നടക്കണം. ഇപ്പൊ കിട്ടിയപ്പോഴത്തേക്ക് ഇത് വെച്ചോണ്ട് കിടക്കണം. ജോലിക്ക് മാത്രമല്ല വാങ്ങിച്ചത്, എനിക്കും കൂടെയാണ് വാങ്ങിച്ചത്. വീഡിയോ എടുക്കണമെങ്കിൽ വരല്ലോ അടുത്തുനിന്ന് ചേർത്ത് പൊട്ടിച്ചേർത്ത അമ്മ വായിൽ കുരുവും വെച്ചിട്ടാണ് തുമ്മണത്. വായിൽ കുരു കിടക്കണ പിന്നെ ഇതൊക്കെ ഒരു കാര്യം വായെടുത്താ സത്യം പറയൂല. വായിൽ കുരു കൂട്ടിട്ട് അപ്പം അത് കിടന്നോണ്ട് അടുത്ത് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിട്ട് തന്നെ ഇതല്ല. മിണ്ടാതെ കിടന്നോണം രോഗി, അവിടെ മിണ്ടാതെ കിടന്നോണം. ഇന്നലെ പാവ എന്റെ അനിയന്റെ ഓട്ടോ ഉണ്ടായിരുന്നത് കൊണ്ട് വന്ന് വീണ ഉടനെ അവൻ കൊണ്ടുപോയി. പിന്നെ എടുത്ത് കൊണ്ടുപോയി വേണ്ട. അയ്യോ ഞാൻ വെറുതെ പറഞ്ഞു പിടഞ്ഞാതെ കൈക്ക് പൊട്ടലുണ്ട്, അന്ന് വീണത്. കൈ ഇങ്ങനെ കുത്തി വന്ന് വീണോട്ടനെ പാവം വെച്ചോണ്ട് കിടക്കണം. അല്ലെങ്കിൽ എന്തെല്ലാം ജോലി ചെയ്തുകൊണ്ട് കിടക്കും ഈ സമയത്ത് അല്ലേ അമ്മ? അമ്മ അമ്മയ്ക്ക് വീഡിയോ എടുക്കണ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഇതുണ്ട് മറച്ചൊക്കെ വെച്ചോണ്ട് കിടക്കുന്നത്. ഒന്നാമത് ഇവിടെ നിന്ന് എണീക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള പ്രശ്നം. ഇവിടെ വെച്ച് റിമോട്ടും വെച്ച് ടി വി കണ്ട് കിടന്നാൽ മതിയല്ല. എന്താ ടി വി കാണുന്നു, കിടക്കുന്നു. അപ്പം ഞാൻ ഇനി എന്തെങ്കിലും കഴിച്ചോണ്ട് പോട്ടാ? എന്തോന്ന് അമ്മയ്ക്കാ? കിച്ചു അമ്മയ്ക്ക് ചോറ് എടുത്തോണ്ട് വരാൻ. അതെവിടെ പോയി ഓമ്പോ അങ്ങനെ കാണാനില്ല കേൾക്കാനില്ല. കിച്ചുവിനെ കാണാനില്ല. അമ്മയ്ക്ക് ചോറ് ഞാൻ തന്നെ എടുക്കാം. ലൈറ്റിന്റെ വെട്ടക്കുറവ് ഉണ്ട് കണ്ട. അല്ലെങ്കിൽ ഞാൻ നേരത്തേക്കുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ എന്തെല്ലാം ഉച്ചയ്ക്ക് ഉണ്ടാവുമെന്ന്. ഇന്ന് അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ കിടക്കണോണ്ട് ഇനി കുറേ ദിവസത്തേക്ക് റെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ കിടക്കണത് കൊണ്ട് ഇന്നിവിടെ എല്ലാ ആഹാരങ്ങളും കുറവാണ്. കുറവെന്ന് വെച്ചാൽ ഒന്നുമില്ല എന്ന് ഇങ്ങനെ പറയാം. മീനും ചോറും പിന്നെ എന്തെങ്കിലും തോരന എന്തെങ്കിലും ഉണ്ടോ എന്തോ അറിഞ്ഞൂടാ. ഇത്രയാണ് ഇന്ന് എടുക്കണേ. നോക്കാം. ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക വിഴുക്കും വരട്ടിയുണ്ട്. പിന്നെ നൊത്തോലി തോരനുണ്ട്. പിന്നെ ചൂരമീൻ കറിയുണ്ട്. ഇത്രയും തന്നെ ഇന്നത്തെ ഫുഡ്. മീൻ രാവിലെ ഞാൻ കഴുകി കൊടുത്തിട്ട് തന്നെ പോയത്. രാവിലെ മീനൊക്കെ കഴുകി കൊടുത്തിട്ട് തന്നെ പോയത്. അമ്മേരെ വീട്ടിലാണ് ഞാൻ ഇന്നലെ നിന്നത്. ഇന്നലെയാണ് അമ്മ വീണത് വന്ന്. അപ്പോൾ ഞാൻ രാവിലെ പിന്നെ മീനൊക്കെ കഴുകി കൊടുത്തിട്ട് പോയി. പിന്നെ എൻ്റെ അനിയൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, അവളാണ് എല്ലാം വെച്ചത്. എൻ്റെ മോളും അനിയൻ്റെ ഭാര്യയും കൂടെ എല്ലാം വെച്ച്. പിന്നെ എനിക്ക് ഷോപ്പിൽ പോകണമല്ലോ, എനിക്കൊന്നും വയ്ക്കാൻ സമയമില്ല. രാവിലെ മീനൊക്കെ കഴുകി കൊടുത്തിട്ട് ഞാൻ പോയി. അങ്ങനെ ഇനി അമ്മയ്ക്ക് ചോറ് എടുക്കട്ടെ കേട്ടാ. എൻ്റെ മോളോട് പറഞ്ഞപ്പോൾ അവൾ അപ്പുറത്ത് എന്തോ എൻ്റെ അനിയൻ്റെ വീട്ടിലിരിക്കുന്നു. അപ്പോൾ അവൾക്ക് ചോറ് എടുക്കട്ടെ എടുത്ത്. പിന്നെ
അമ്മയ്ക്കും ചോറെടുത്തു. എനിക്കെന്തോ അമ്മ വയ്ക്കാതെ എനിക്കൊരിഷ്ടം തോന്നുന്നില്ല ചോറിനോട്. അമ്മ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടത്തോടെ ചോറ് കഴിക്കും. എനിക്കെല്ലാം കൊണ്ടും എനിക്കെന്തോ പോലെ. വേറെ കുറേ ആൾക്കാർ കിടന്ന് കരയണത് ഞാൻ കാണിച്ചു തരാമേ. എൻ്റെ കാലിൽ ചുറ്റി ചുറ്റി നടക്കുന്നു. എന്തെങ്കിലും കൊടുക്കാൻ നിൽക്കണണ്ട, എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇവറ്റകൾ വന്ന് എൻ്റെ കാലിൽ കിടന്ന് ചുറ്റി ചുറ്റി നിൽക്കുന്നു. പൂച്ച കിച്ചുവിൻ്റെ കൂടെ എന്തെങ്കിലും എടുത്ത് വെച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് വയ്യ. ഇതേറി കിടക്കണവള്. അവൾ ഇതുവരെ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്തുകൊണ്ട് നിന്നാണ്. ചോറ് നോക്കണണ്ട, ചോറ് കഴിക്കാൻ പറ്റുമോ ചാടിക്കേറി. പിന്നെ എന്തായാലും ഞാൻ ചോറ് കഴിക്കട്ടെ. അമ്മ കഴിക്കണില്ലേ? വാ ഇങ്ങോട്ട്, മണി 3 പോണം. എണീറ്റ് വരണം. അതൊക്കെ എണീറ്റ് ഇങ്ങനെ എണീറ്റ് വരെയുള്ളൂ. ഇപ്പം എങ്ങനെ കഴിക്കും? സ്പൂൺ വേണോ? വേണ്ടേ? വലത് കൈയാണ് ഒടിഞ്ഞത്. എല്ലാം കൂടെ ഉണ്ട് ഉണ്ട് വന്ന് നിൽക്കുന്നത് കഴിക്കാൻ വേണ്ടി. പാവം. അമ്മ ഉണ്ടെങ്കിൽ നേരത്തെ വെച്ചു കൊടുക്കുമായിരുന്നു. അമ്മ ഇതായിട്ട് വന്ന്. അയ്യോ നിങ്ങൾ കഴിക്കി. സ്പൂൺ വേണ്ടല്ല, പിന്നെ കഴിയും അവിടെ. ഉണ്ട് വന്നിരുന്ന് അമ്മേരോട് വന്നിരുന്ന് സങ്കടം പറയണത്. എനിക്ക് കഴിക്കണമെന്നേ തോന്നണില്ല സത്യം. എനിക്ക് മീൻ കണ്ടപ്പോഴത്തേക്കും ചോറ് കണ്ടപ്പോഴത്തേക്ക് അമ്മ വയ്ക്കുന്നത് പോലെ അല്ല. എൻ്റെ അമ്മ വയ്ക്കുന്നതല്ല, ഇതെൻ്റെ അമ്മ വയ്ക്കുന്നത് പോലെ അല്ല. അതാണ് ഞാൻ വെച്ചോണ്ടിരിക്കുന്നത്. അമ്മ വെച്ചതായിരുന്നു ഞാൻ ഇതിനു മുമ്പ് എപ്പോഴേ കഴിച്ചേ. അമ്മ അങ്ങ് കിടന്നോണ്ട് പറയുന്നു ഏട്ടാക്കി ഇവിടെ കൊണ്ടുപോയി എന്ന്. ഒറ്റ സാധനം എൻ്റെ ഒരു സന്താനം ഉണ്ടല്ലോ, സന്താനം അത് കഴിക്കുന്നത്. വെച്ചു കൊടുത്ത് വേന്ന് കഴിക്കണം നമുക്ക്. നെയ് അമ്മ വെക്കുന്നത് പോലെ വെക്കാത്തത് പറഞ്ഞിട്ട് ഇവിടെ വെച്ചാൽ ഞാൻ അത് പിന്നെ ഞാൻ പറയണില്ല. ഞാൻ കടയിൽ പോവാതെ നിൽക്കാൻ. പിന്നെ എന്റെ കാര്യങ്ങളെല്ലാം നടക്കും. പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യാം? കടുപ്പിൽ വെച്ച് വെക്കാൻ പറ്റുമോ? അപ്പൊ ഇനി എങ്ങനെയെങ്കിലും ഒക്കെ കഴിക്കട്ടെ. ഞാൻ എൻ്റെ മഹാള് വെച്ച ചോറും മീനും ഒക്കെ ഞാൻ കഴിക്കുകയാണ്. മഹാള് വെച്ചതുണ്ട്. എന്ത് സ്വന്തമായിട്ട് വെച്ചത് എന്ത് ഇതാ അവിടെ കഴിക്കണം നോക്കി നോക്കുന്നുണ്ട്. സ്വന്തമായിട്ട് വെക്കുന്നതാവുമ്പോഴത്തേക്ക് ഒരു കുറ്റവും പറയാതിരുന്ന് കഴിച്ചോളും. മറ്റുള്ളവർ വെക്കുന്നതാണെങ്കിൽ 10,000 കുറ്റം പറയും. എന്നെ എന്തെല്ലാം പറയുമെന്നറിയാമോ? കുമ്പിടി കുമ്പിടി കഴി കഴി കുമ്പിടി കഴി. നാളെ കുഞ്ഞമ്മ വരുന്നു. എങ്ങനെ അറിഞ്ഞവള്? അമ്മ വിളിച്ചപ്പോഴേ നീയാ? വേണ്ടേ? ഞാൻ എന്താ വെച്ചോണ്ടിരിക്കുന്നു. വേണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും കഴിക്കും. ഗുളിക തിന്നിട്ട് വെറും വല്ലതും തിന്നായിരുന്നു. രാവിലെ ഒന്നും കഴിച്ചില്ലേ?
ദോശ. പഴം വാങ്ങി കൊടുക്കാത്തത് സ്വാമി അവിടെ ഇരുന്നോ അത് വെച്ചോണ്ട്. എനിക്ക് വേണ്ട. ഞാൻ നാളെ അവിടെ തന്നെ വയ്ക്കുള്ളൂ. ഞാൻ എങ്ങനെയെങ്കിലും വെച്ച് കഴിക്കാൻ നാളെ നിൽക്കും മഞ്ഞ വാങ്ങിച്ചോണ്ടത്. അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെയോ കഴിച്ച് തീർത്തെന്ന് പറയണ്ട. കുറച്ച് കഴിച്ചില്ല. അമ്മ കൈ കഴുകിക്കൊണ്ടിരിക്കുന്നത് കഴിച്ചിട്ട് അമ്മ ഈ ശകലം കഴിച്ചതേ ഉള്ളൂ. ഞാൻ ഈ ശകലം കഴിച്ചതേ ഉള്ളൂ. കിച്ചു ഒട്ടും കഴിച്ചില്ല കേട്ടോ. ആ വെപ്രാളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കഴിച്ചില്ല. അമ്മയെ കണ്ടൂടാ. രാത്രി മാത്രമേ ഉള്ളൂ, ഉച്ചയ്ക്കൊന്നുമില്ല. എന്തോന്ന് ഗുളിയെ? അപ്പോഴേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റ. ഇനി ഷോപ്പിൽ പോട്ടെ. ചൂടുവെള്ളം തളിച്ച് വീത്തിയില്ല. എന്തോന്നിന്? അപ്പൊ ടാറ്റ. ബൈ ബൈ.